പത്താൻ യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെയും പാകിസ്ഥാനിലെ 13 ഭീകര സംഘടനകളുടെ കൂട്ടമാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ചാണ് യുണൈറ്റഡ് ജിഹാദി എന്ന സംഘടന പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് ആക്രമണമെന്ന് തീവ്രവാദികൾ അറിയിച്ചു. പാകിസ്ഥാനിലും കാശ്മീരിലുമായി പ്രവർത്തിക്കുന്ന 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. എന്നാൽ ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം പത്താൻകോട്ടിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചതായി സൂചന. ഒരു തീവ്രവാദിയുടെ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ്. രണ്ടാമതിന്റെ ശരീരത്തിനായി തിരച്ചിൽ തുടരുന്നു. പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രം സുരക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വ്യോമസേനാ കേന്ദ്രത്തിലെ ജീവനക്കാരും സേനാവിമാനങ്ങളും ആക്രമണത്തിനിരയായിട്ടില്ലെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗും വ്യക്തമാക്കി. വ്യോമസേനാ കേന്ദ്രം പൂർണ്ണമായും തകർത്തുകളയുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്ന് ജന്മനാടായ പാലക്കാട്ടെ വീട്ടിൽ എത്തിച്ചു. നാളെ എളമ്പുളശ്ശേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മൃതദേഹം വഹിച്ചുള്ള സൈനിക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. ജില്ലാ കളക്ടർ P മേരിക്കുട്ടി, MLA മാരായ AK ബാലൻ, M ഹംസ, K അച്യുതൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് വിലാപയാത്രയായി 6 മണിയോടെ മണ്ണാർക്കാട് എളമ്പുലാശ്ശേരിയുള്ള വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളടക്കം വലിയൊരു ജനാവലി വീട്ടിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരിൽ നിന്ന് മൃതദേഹം അനുഗമിച്ചത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി ഉദ്യോഗസ്ഥരും പാലക്കാട്ടെത്തിയിരുന്നു. നിരഞ്ജന്റെ ഭാര്യ, മകൾ, അച്ഛൻ, ബംഗളൂരുവിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടെത്തിച്ചേർന്നു. ധീരജവാനെ ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട്ടിലെത്തും. കൈരളി TVക്ക് വേണ്ടി ഡയറക്ടർ TR അജയൻ റീത്ത് സമർപ്പിച്ചു. രാവിലെ 7 മുതൽ 11 വരെ എളമ്പുലാശ്ശേരി KAUP സ്കൂളിലാണ് പൊതുദർശനം. തുടർന്ന് സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ ആക്രമണം നടത്തിയ 2 ഭീകരർക്കായി തെരച്ചിൽ തുടരവെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിന് നേരെ സൈന്യം വെടിവയ്പ് നടത്തി. കോൺസുലേറ്റിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ നേതൃത്വം നൽകുന്ന ജനരക്ഷാ യാത്ര കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പ്രചാരണം തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുധീറിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. RSS നേതൃത്വവുമായി സമാധാന ചർച്ച നടത്താൻ തയ്യാറാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്നു. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ നാളെ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. ഫെബ്രുവരി 9-ന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. 4.5 വർഷത്തെ ഉമ്മൻചാണ്ടി ഭരണം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് VM സുധീറിന് ജനരക്ഷാ യാത്രയുമായി ഇറങ്ങേണ്ടി വന്നതെന്ന് PC ജോർജിന്റെ പരിഹാസം. കേരള കോൺഗ്രസ് സെക്കുലറിന്റെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PC ജോർജ്. ഒരു മനുഷ്യന്റെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ പരമപ്രധാനമായ ജോലി. പക്ഷേ 4.25 വർഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവായ സുധീരൻ ജനരക്ഷായാത്ര നടത്തേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് 4.25 വർഷമായപ്പോ KPCC പ്രസിഡന്റാണ് ജനരക്ഷായാത്ര നടത്തുന്നത്. അപ്പൊ മറ്റുള്ളവർ ആരെ രക്ഷിക്കാൻ യാത്ര നടത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഹാജരായ വിഷയത്തിൽ JSS നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെതിരെ സുധീരൻ. രാജൻ ബാബു 2-1 തീരുമാനിക്കണമെന്ന് സുധീരൻ പറഞ്ഞു. രാഷ്ട്രീയ നിലപാട് മറക്കരുതെന്നും സുധീരൻ വ്യക്തമാക്കി. ശ്രീ രാജൻ ബാബുവിനെ പോലുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ചുമതല നിർവഹിക്കേണ്ടി വരും. പക്ഷേ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ഒന്നുകിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുക,
വെള്ളാപ്പള്ളിയുടെ നയസമീപനങ്ങളെ ശക്തമായി എതിർക്കുന്ന UDF സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ UDF പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളോടൊപ്പം നിൽക്കുക. ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. മതവിദ്വേഷ പ്രസംഗ കേസിൽ കീഴടങ്ങിയ വെള്ളാപ്പള്ളി നടേശന് ആലുവ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CIക്ക് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. കേസിൽ വെള്ളാപ്പള്ളിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 10:40 വെള്ളാപ്പള്ളി നടേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CIക്ക് മുൻപാകെ ഹാജരായത്. ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊപ്പമാണ് വെള്ളാപ്പള്ളി സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് ആലുവ DYSP ഷംസിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ വെള്ളാപ്പള്ളിയെ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും മജിസ്ട്രേറ്റ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്തോട്ടം, SN ട്രസ്റ്റ് ബോർഡ് അംഗം KL അശോകൻ എന്നിവരാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം നിന്നത്. കഴിഞ്ഞ 18 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുകയാണെന്ന് ജാമ്യം ലഭിച്ച ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മുടിയുള്ളവന് എങ്ങനെ വേണമെങ്കിലും മുടി വെച്ച് കെട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ മുടിയുള്ള ആളുകളാണ് എന്ന് ഈ മുടി എല്ലാവർക്കും എല്ലാ കാലത്തും തലയിലുണ്ടാകില്ല എന്ന ഒരു വിചാരം അധികാരത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. സമത്വ മുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിയോട് ഈ മാസം 10 മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഫോളോ അപ്പ്. മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ആന്ധ്ര സ്വദേശികളുടെ ബന്ധുക്കൾ വന്നാൽ പണം നൽകാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി പണം നൽകാതെ വഞ്ചിക്കുന്നുവെന്ന വാർത്ത പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ലഭിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവിടെ മരിച്ചുപോയ ആളുകളെ എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നു? ഞാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയുണ്ട്. പക്ഷേ മറ്റേ ആളുടെ ഭാര്യ ഉണ്ടായിട്ട് ഉപേക്ഷിച്ചിട്ട് രണ്ടാമതെല്ലാം കഴിച്ചാണ്. ഒരാൾക്ക് ഭാര്യയില്ല. ഇങ്ങനെ 2 പേരെയാണ് കണ്ടെത്താൻ. അതിൻ്റെ അവകാശി ആരാണെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവകാശ സർട്ടിഫിക്കറ്റായിട്ട് വന്നാൽ ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, അതുമല്ല കോഴിക്കോട്ട് കളക്ടറെ ഏൽപ്പിക്കണമെങ്കിൽ അതും തയ്യാറാണ്. അതല്ല, അത് എത്തിക്കുവാനായിട്ട് കൈരളി തയ്യാറാണെങ്കിൽ കൈരളിലെടുക്കലും ഞാൻ തരാൻ തയ്യാറാണ്. എന്നെ വെറുതെ ഇട്ടുണ്ട് കുത്തരുത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ ഭൂചലനത്തിൽ ഇംഫാലിൽ 6 പേർ മരിച്ചു. മണിപ്പൂർ, അരുണാചൽ സംസ്ഥാനങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗുവാഹത്തിയിലും നാശനഷ്ടമുണ്ടായി. ഇന്ത്യ മ്യാൻമർ അതിർത്തിയായിരുന്നു റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അന്തരിച്ച പ്രമുഖ CPI നേതാവ് AB ബർദാന്റെ മൃതദേഹം സംസ്കരിച്ചു. ദില്ലിയിലെ നിഗംബോധഘട്ട് വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ മുതൽ CPI ദേശീയ ആസ്ഥാനമായ ജോയ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി നിഗംബോധഘട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. സിനിമ നിർമ്മാതാക്കളും ഫെഫ്കയും തമ്മിലുള്ള സമരം മൂലം നിലച്ചിരുന്ന ചിത്രീകരണങ്ങൾ മാക്ട ഫെഡറേഷന്റെ സഹായത്തോടെ വീണ്ടും തുടങ്ങുന്നു. മാക്ട ഫെഡറേഷൻ തൊഴിലാളികളെ നൽകി ജയറാം നായകനാകുന്ന ആടുപുലിയാട്ടത്തിന്റെ ചിത്രീകരണം തെങ്കാശിയിൽ ആരംഭിച്ചു. നിർമ്മാതാക്കൾ നിഷ്കർഷിക്കുന്ന വേതന വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറാണെന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിന് ശേഷം മാക്ട ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന കോടികളാണ് മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണമെന്നും മാക്ടയെ തകർക്കാനായി ചിലർ കണ്ടെത്തിയ ശിഖണ്ഡിയാണ് B ഉണ്ണികൃഷ്ണനെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. തർക്കം മൂലം നിലച്ചിരുന്ന ചിത്രീകരണങ്ങളാണ് സിനിമാ നിർമ്മാതാക്കളുടെ ഒരു വിഭാഗം പുനരുജ്ജീവിപ്പിച്ച മാക്ട ഫെഡറേഷന്റെ സഹായത്തോടെ പുനരാരംഭിച്ചിരിക്കുന്നത്. തെങ്കാശിയിൽ ചിത്രീകരണം ആരംഭിച്ച ജയറാം നായകനാകുന്ന ആട് പുലിയാട്ടത്തിനായി തൊഴിലാളികളെ ഇതിനോടകം നൽകിയതായി മാക്ട ഫെഡറേഷൻ വ്യക്തമാക്കി. 5 സിനിമകളിലേക്ക് അടുത്തയാഴ്ച തൊഴിലാളികളെ നൽകാനുള്ള ചർച്ചകളും പൂർത്തിയായി. നിർമ്മാതാക്കൾ നിഷ്കർഷിക്കുന്ന വേതന വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറാണെന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിന് ശേഷം മാക്ട ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ്, തിയേറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുകളുടെ സിനിമയെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളിലും ചർച്ചകളിലും ഫെഡറേഷനെ കൂടി പങ്കെടുപ്പിക്കണം. 3. മലയാള സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെന്നുള്ള പ്രമേയം എല്ലാ അംഗങ്ങളും
ഏകകണ്ഠേന അംഗീകരിക്കുന്നു. 30% കൂലി വർധനവ് ആവശ്യപ്പെട്ട ഫെഫ്ക രംഗത്തെത്തിയപ്പോൾ 20% വരെ വർധനവ് അംഗീകരിക്കാമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. അതിന് ഫെഫ്ക തയ്യാറാവാത്തതിനാലാണ് ജനുവരി 1 മുതൽ സിനിമാ ചിത്രീകരണങ്ങൾ നിർത്തിവെക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. ഫെഫ്ക നേതാവ് ബി ഉണ്ണികൃഷ്ണനെ അതിരൂക്ഷമായി വിമർശിച്ച മാക്ട ഫെഡറേഷൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. ബി ഉണ്ണികൃഷ്ണൻ ശരിക്കും കൊണ്ടുവന്ന എന്താ? ഈ മഹാഭാരതത്തിൽ ദുര്യോധനെ വധിക്കാൻ ശിഖണ്ഡിയെ കൊണ്ടുവന്ന പോലെ മാക്ട ഫെഡറേഷൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശിഖണ്ഡിയെ കൊണ്ടുവന്നു. അതാണ് ബി ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ തുറന്നു തന്നെ പറയാം, അതിനകത്ത് ആർക്കും ഒരു തർക്കവും ഇല്ല. ഞങ്ങളുടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമായിട്ട് ഏതെങ്കിലും ഒരു തർക്കക്കാരൻ യൂണിയൻ എന്ന് പറഞ്ഞ് വന്നാൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഞങ്ങളുടെ ഫെഡറേഷനിലെ തൊഴിലാളികൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന കോടികളാണ് മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണം. 70കളിൽ ബഡ്ജറ്റിന്റെ 7% താരങ്ങൾ പ്രതിഫലമായി വാങ്ങിയിരുന്നതെങ്കിൽ ഇന്നത് 90%. തങ്ങളുടെ തീരുമാനം സംബന്ധിച്ചുള്ള കത്ത് നിർമ്മാതാക്കളുടെ പരിഗണനയ്ക്കായി ഇന്ന് തന്നെ നൽകുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുൻനിര നേതാക്കൾ ഇപ്പോഴും ഫെഫ്കയ്ക്കൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളും ഫെഫ്കയുമായി ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് മാക്ട ഫെഡറേഷന് എത്രമാത്രം ചലനങ്ങൾ മലയാള സിനിമയിൽ ഇനി സൃഷ്ടിക്കാനാകുമെന്നത് വലിയ ചോദ്യമാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മുംബൈ വാഷി കേരള ഹൌസിന് മുന്നിൽ നിരവധി മലയാളി സമാജങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെ പ്രതിഷേധമിരുമ്പി. മലയാളം മിഷനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രഖ്യാപിത KSRTC സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാഷി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കേരള ഹൌസിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മലയാളം മിഷൻ അധ്യാപകരടക്കം താരാപൂർ മുതലുള്ള വിവിധ സമാജങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് 100 കണക്കിന് മലയാളി പ്രവർത്തകർ പങ്കെടുത്തു. സമരസമിതി നേതാക്കളായ PD ജയപ്രകാശ്, ഡോക്ടർ ജോസ് ജോർജ്, PK ലാലി, വത്സൻ മുർക്കോത്ത്, ബിന്ദു ജയൻ, K പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ധർണയ്ക്ക് PR കൃഷ്ണൻ, NMMT ചെയർമാൻ സാബു ഡാനിയൽ, NCP വൈസ് പ്രസിഡന്റ് NK ഭൂപേഷ് ബാബു തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. മുംബൈ മലയാളികളുടെ ആവശ്യങ്ങളോട് എന്നും അവഗണനയോടെയുള്ള സമീപനമാണ് വേണ്ടപ്പെട്ട അധികാരികൾ നടത്തുന്നതെന്ന് PR കൃഷ്ണൻ പറഞ്ഞു. ഇക്കണോമിക് സിറ്റുവേഷൻ, വ്യാവസായിക നിലവാരം എല്ലാം പടുത്തുയർത്തുന്നതിൽ പ്രവാസി മലയാളികളുടെ സംഭാവന വളരെ കൂടുതലാണ്. അവര് ആവശ്യപ്പെട്ടതിന് ശേഷവും 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞാൽ. 25 ലക്ഷം മലയാളികളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ മലയാളി പ്രാതിനിധ്യം ഇനിയും ഉണ്ടായിട്ടില്ലെന്നും മറുനാടൻ മലയാളികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം സംജാതമായെന്നും സാബു ഡാനിയൽ വ്യക്തമാക്കി. നമ്മുടെ ഒരു ഇലക്ടീവ് റെപ്രസെന്റേറ്റീവ്, അതിനുവേണ്ടി നിങ്ങളിൽ പല 50% ലേഡീസിന് റിസർവേഷനുള്ള ഈ മഹാരാഷ്ട്രയിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇതുവരെ നമ്മുടെ ആളുകൾക്ക് അത് സാധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ ദുഃഖകരമായിട്ട് ഞാൻ ഓർക്കുകയാണ്. മലയാള മിഷനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുംബൈയിൽ നിന്നും കേരള മുഖ്യമന്ത്രിക്ക് 10,000 പോസ്റ്റ് കാർഡുകൾ അയക്കുന്ന പ്രതിഷേധ പരിപാടിക്കും യോഗത്തിൽ തുടക്കം കുറിച്ചു. പത്തനംതിട്ടയിൽ ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ സമ്മേളനം ആറന്മുള MLA ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും ആന്റണി MP ചെയർമാനായും ജില്ലയിലെ MLA-മാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളുമായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശബരിമലയിലുണ്ട്. അത്തരത്തിലൊന്നാണ് തെങ്ങിൻ തൈ നടൽ. 18 വർഷം തുടർച്ചയായി മല ചവിട്ടി ഗുരുസ്വാമിമാരാകുന്ന ഭക്തരാണ് അയ്യപ്പന് തെങ്ങിൻ തൈകൾ സമർപ്പിക്കുന്നത്. തുടർച്ചയായി 18 വർഷം ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി ഗുരുസ്വാമിമാരാകുന്ന ഭക്തരാണ് ആചാരപ്പെരുമയിൽ സന്നിധാനത്ത് തെങ്ങിൻ തൈകൾ നടുന്നത്. തുടർച്ചയായി മല ചവിട്ടുന്ന ഭക്തർ 18ാം വർഷം ശബരിമലയിലെത്തുന്നത് ഇരുമുടിക്കെട്ടിനൊപ്പം തെങ്ങിൻ തൈകളുമായാണ്. സന്നിധാനത്ത് ഭസ്മക്കുളത്തിന് സമീപം പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഈ തെങ്ങിൻ തൈകൾ നടുക. 18 വർഷത്തെ തീർത്ഥാടനത്തിന്റെ പുണ്യം തേടിയാണ് ഭക്തർ അയ്യപ്പന് തെങ്ങിൻ തൈകൾ സമർപ്പിക്കുന്നത്. മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരി. 18 വർഷം കൊണ്ട് ഈ ചെയ്ത പ്രവർത്തിയുടെ എല്ലാം പുണ്യം കിട്ടുന്നതിന് വേണ്ടി ആ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന വൃക്ഷമാണ്
തെങ്ങ്. പ്രതിദിനം 200ഓളം തൈകൾ തീർത്ഥാടകർ സന്നിധാനത്ത് സമർപ്പിക്കുന്നു. എന്നാൽ ഈ തൈകൾ പിന്നീട് പിഴുതുമാറ്റുകയാണ് ചെയ്യുന്നത്. 10 ദിവസം കൂടുമ്പോൾ ദേവസ്വം ബോർഡ് കരാറുകാർ തെങ്ങിൻ തൈകൾ ഇവിടെ നിന്നും മാറ്റും. സ്ഥലപരിമിതിയും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാരണമാണ് തൈകൾ മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. രാജ്യത്ത് വാതുവയ്പ് നിയമവിധേയമാക്കണമെന്ന് ജസ്റ്റിസ് ആർ എം ലോധ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് താരങ്ങളുടെ സ്വത്തുവിവരം വെളിപ്പെടുത്തണം. ക്രിക്കറ്റ് ഭരണരംഗത്ത് അടിമുടി അഴിച്ചുപണി നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് ജസ്റ്റിസ് ആർ എം ലോധ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. IPL തട്ടിപ്പ് കേസിനെ തുടർന്ന് സുപ്രീം കോടതിയാണ് ക്രിക്കറ്റ് ഭരണ നവീകരണത്തിനായി ജസ്റ്റിസ് ആർ എം ലോധ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് BCCIയുടെയും IPLന്റെയും ഭരണരംഗത്ത് സമൂലമായ അഴിച്ചുപണിക്ക് നിർദ്ദേശിക്കുന്നു. BCCIയുടെ അധ്യക്ഷന് 2 ടേമുകളിലായി 6 വർഷം മാത്രമേ ആ സ്ഥാനത്ത് തുടരാനാകൂ. ബാക്കിയുള്ള ബോർഡ് അംഗങ്ങൾക്ക് 3 ടേമുകളിലായി 9 വർഷം മാത്രം. IPL ഇനി മുതൽ നിയന്ത്രണങ്ങളുള്ള സ്വയംഭരണ സമിതിയാകും. ക്രിക്കറ്റിന്റെ വിവിധ പദവികളിൽ മുൻ വനിതാ കളിക്കാരടക്കം പ്രാതിനിധ്യം നൽകുന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഇന്ത്യയിലും വാതുവയ്പ് നിയമവിധേയമാക്കണമെന്ന സുപ്രധാന നിർദ്ദേശം ജസ്റ്റിസ് ആർ എം ലോധ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. We have suggested to the legislature for legalizing the batting with inbuilt mechanism in ensuring that players, match officials, administrators, team officials, they will not be entitled to indulge in batting. BCCI വിവരാവകാശ നിയമത്തിന് കീഴിലാക്കണം. കളിക്കാരെല്ലാം സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരേ സമയം BCCIയുടെയും സംസ്ഥാന ക്രിക്കറ്റ് കൗൺസിലിന്റെയും ഭാരവാഹിത്വങ്ങൾ അനുവദിക്കില്ല. ടീം സെലക്ഷൻ, പരിശീലനം തുടങ്ങിയവ നിശ്ചയിക്കുന്ന കമ്മിറ്റികളിൽ 3 കളിക്കാർ മാത്രമേ പാടുള്ളൂവെന്നും വ്യക്തമാക്കുന്നു. അതേസമയം IPL മുൻ CEO സുന്ദർ രാമന് വാതുവയ്പിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ലെന്നും ലോധ കമ്മീഷൻ അറിയിച്ചു.